PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ആരോപണങ്ങൾക്ക് കടുത്ത മറുപടിയുമായി ലത്തീൻ സഭ. ബിജെപിയുടെ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലെ കത്തോലിക്ക സഭയെ വലിച്ചിഴക്കേണ്ടതില്ല എന്ന് ലത്തീൻ സഭാ വക്താവ് ജോസഫ് ജൂഡ് പറഞ്ഞു. ഇരുവരുടെയും അപക്വമായ പ്രതികരണങ്ങൾക്ക് മറുപടിയില്ല. രാഷ്ട്രീയ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന ഭാഷയിൽ അന്തസ്സുണ്ടാകണം. അത് ലംഘിക്കുന്നവരെ കേരളം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും ജോസഫ് ജൂഡ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ അവരുപയോഗിക്കുന്ന ഭാഷയിലും പ്രയോഗത്തിലും ഒരു അന്തസ്സും നിലവാരവും വേണം എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. അതിനെ കേരളം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ BJPയുടെ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലെ കത്തോലിക്ക സഭയെ വലിച്ചഴക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ പോലും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിലപാട് BJPയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നും ലത്തീൻ സഭാ വക്താവ്. കേരളത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകണമെന്ന രാഷ്ട്രീയ അജണ്ടയാണ് BJPക്കുള്ളതെന്നും ജോസഫ് ജൂഡ് പറഞ്ഞു. നമ്മൾ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ BJPയുടെ ആദർശ അടിത്തറ പരിശോധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ പോലും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് BJPയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ BJPക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കണം എന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി അവർ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ലത്തീൻ സഭ ഒരിക്കലും BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. നിതിൻ സേവ്യറും അർജുൻ മട്ടന്നൂരും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നിതിനിലേക്കാണ് പോകുന്നത്. നിതിൻ, ജോസഫ് ജൂഡിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലെ കാപട്യം സഭകൾ തിരിച്ചറിയുന്നു എന്നാണ്. തീർച്ചയായും അതും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇടക്കാലത്ത് ചില നേതാക്കൾ അല്ലെങ്കിൽ ചില ബിഷപ്പുമാർക്കെങ്കിലും BJPയുടെ ഒരു അടുപ്പമുണ്ടാകുന്നു, അല്ലെങ്കിൽ BJPക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ആരോപണം സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിൽ തന്നെ ഉയർന്നിരുന്നു. അത് പക്ഷേ ഈ PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ഒക്കെ ആരോപണങ്ങൾ കൂടി വരുന്നതോടെ, അല്ലെങ്കിൽ FTR അടക്കമുള്ള ഭേദഗതികൾ വരുന്നതോടുകൂടി തന്നെ അതിൽ കൃത്യമായ നിലപാടിലേക്ക് പോകാൻ സഭ നിർബന്ധിതരാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവരുടെ ഇത്തരം ആരോപണങ്ങൾക്ക് PC ജോർജോ അല്ലെങ്കിൽ ഷോൺ ജോർജോ നടത്തുന്ന അപക്വമായ ആരോപണങ്ങൾക്ക് ഏത് തരത്തിൽ മറുപടി പറയണമെന്ന് തങ്ങൾക്കറിയില്ല എന്നാണ് ലത്തീൻ സഭയുടെ വക്താവ് പറയുന്നത്. ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്ന വാക്കുകളിൽ അന്തസ്സുണ്ടാവണം, അല്ലെങ്കിൽ അന്തസ്സില്ലാത്ത വർത്തമാനം അവർ നടത്തിയാൽ അത് ആളുകൾ അവജ്ഞയോടെ തള്ളിക്കറിയുമെന്നാണ് പറയുന്നത്. തങ്ങളുടെ നിലപാടുകൾ, സഭ ഏതെങ്കിലും സമയത്ത് എടുത്തിട്ടുള്ള നിലപാടുകൾ അത് ഒരു തരത്തിലും PC ജോർജിനോ ഷോൺ ജോർജിനോ ചൊടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരിക്കലും BJPയുടെ രാഷ്ട്രീയത്തിലേക്ക് കത്തോലിക്ക സഭയെ ഒരിക്കലും വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ഒരു സാഹചര്യത്തിലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു സംവിധാനമല്ല എന്ന് ജോസഫ് ജൂഡ് പറഞ്ഞു വെക്കുന്നുണ്ട്. പരസ്യമായ രീതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണികൾക്ക് എതിരായോ സഭ പ്രവർത്തിക്കാറില്ല. അങ്ങനത്തെയുള്ള പരസ്യ പ്രതികരണങ്ങൾ സഭ നടത്താറില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ എന്തിനാണ് സഭയെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്? പലരും ചിലപ്പോൾ വ്യക്തിപരമായ ചില ബിഷപ്പുമാർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ സഭ ഒരിക്കലും ഒരു തീരുമാനം, ഒരു സ്റ്റാൻഡ് ഇതിൽ എടുത്തിട്ടില്ല. ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എന്തിനാണ് തങ്ങളെ ഇതിലേക്ക് വലിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ദീപികയുടെ അജണ്ട നിശ്ചയിക്കുന്നത് KC വേണുഗോപാലാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇവർ ആരോപിച്ചിരുന്നു. KC വേണുഗോപാലാണ് ദീപികയുടെ അജണ്ട നിശ്ചയിക്കുന്നതൊക്കെ ഇവരുടെ രാഷ്ട്രീയ അനുമാനങ്ങളാണ്. അത്തരം കാര്യങ്ങളെയും സഭ തള്ളി പറയുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, കൂടുതൽ വലിയ വിമർശനം, ഇന്നലെ കത്തോലിക്ക കോൺഗ്രസ് വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷെ അപ്പോഴും വെല്ലുവിളിക്കുന്ന ഒരു നയവും നിലപാടുമാണ് PC ജോർജ് സ്വീകരിച്ചിരുന്നത്. ഇന്നിപ്പോൾ ലത്തീൻ സഭയുടെ ഭാഗത്തുനിന്നുകൂടി രൂക്ഷമായ വിമർശനം ഉണ്ടാവുകയാണ്. തീർച്ചയായും മാധു, BJPയുടെ ഒരു ദീർഘകാല പദ്ധതിക്ക് തിരിച്ചടി നൽകുന്ന പരാമർശങ്ങളാണ് ഷോൺ ജോർജിന്റെയും PC ജോർജിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഇത് തള്ളാനോ കൊള്ളാനോ കഴിയാത്ത അവസ്ഥയിലാണ് BJP നേതൃത്വം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് അവിടെ സ്വാധീനം ഉണ്ടാക്കണമെങ്കിൽ അവിടെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ വേണം എന്ന തിരിച്ചറിവിലാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അവരുടെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാനുള്ള BJP കുറെ കാലമായി ശ്രമം തുടങ്ങിയിട്ട്. പക്ഷേ അതിന് തിരിച്ചടി നൽകുന്ന പരാമർശങ്ങളാണ് ഷോൺ ജോർജിന്റെയും PC ജോർജിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ഒരു ക്രൈസ്തവ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന BJPയുടെ പദ്ധതിക്ക് കൂടി തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. മാത്രവുമല്ല, FCRA അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായി സഭകളെ അനുനയിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം BJP നേതൃത്വത്തിന് മുന്നിലുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ BJPയിലേക്ക് വന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഷോൺ ജോർജും PC ജോർജും തന്നെ സഭകളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ
എറണാകുളം, കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ 2020 അടക്കമുള്ള പാർട്ടികളുടെ സഹായത്തോടുകൂടി ഒരു ക്രൈസ്തവ മേഖലയിൽ സ്വാധീനം ഉണ്ടാക്കുക എന്നതായിരുന്നു BJPയുടെ ശ്രമം. അതിനുകൂടി തിരിച്ചടി ഉണ്ടാകുന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഒരു അനുരണനമാണ് ഇപ്പോൾ സഭകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏത് തരത്തിൽ പരിഹരിക്കുമെന്ന കാര്യത്തിൽ BJP നേതൃത്വത്തിന് പോലും കൃത്യമായ ഉത്തരമില്ല. മാത്രവുമല്ല, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായോ നേതൃത്വവുമായോ കൂടിയാലോചന നടത്താതെയാണ് PC ജോർജും ഷോൺ ജോർജും ഇത്തരം ഒരു പരാമർശം നടത്തിയത് എന്ന വിമർശനം BJPക്കുള്ളിലുണ്ട്. എന്തായാലും നിലവിൽ സഭകളെ തള്ളിപ്പറയാൻ BJP നേതൃത്വം തയ്യാറാകുന്നില്ലെങ്കിൽ പോലും ഷോൺ ജോർജിനെ തള്ളിപ്പറയാനും ഷോൺ ജോർജിനെ പിന്തുണക്കുന്ന നിലപാടാണ് ഇപ്പോൾ BJP നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിന്റെ അനുരണനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ശരി, BJPയുടെ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലെ കത്തോലിക്ക സഭകളെ വലിച്ചിഴക്കേണ്ടതില്ല എന്നാണ് ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിമർശനം. അർജുൻ മട്ടന്നൂരും നിതിനുമാണ് വിവരങ്ങൾ നൽകിയത്.